ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിന്റെ GS ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള റെവല്യൂഷണറി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ റെവല്യൂഷണറി മൂവ്മെന്റ്സ് ഇന്ത്യയിൽ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എന്താണ് മിലിറ്റന്റ് ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് റൂൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഓക്കെ, ഇനി ഇന്ത്യക്കകത്തുള്ള റെവല്യൂഷണറി മൂവ്മെന്റിനെ നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും. സോ ആദ്യത്തത് വേൾഡ് വാർ വണ്ണിന് മുമ്പ് നടക്കുന്നതാണ്. ഓക്കെ, സോ വേൾഡ് വാർ വണ്ണിന് മുമ്പ് നടക്കുന്ന മൂവ്മെന്റ് റെവല്യൂഷണറി മൂവ്മെന്റിനെ നമുക്ക് ഏർലി റെവല്യൂഷണറി മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റും. അതിന് ശേഷം വേൾഡ് വാർ വണ്ണിന് ശേഷം നടക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലേറ്റർ റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ലേറ്റർ റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, സോ ആദ്യ കാലഘട്ടത്തിൽ റെവല്യൂഷണറി മൂവ്മെന്റ് കൂടുതലും ഇൻസ്പയർ ആയത് INC എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എക്സ്ട്രീമിസ്റ്റിന്റെ മിലിറ്റന്റ് ആക്ടിവിറ്റി കാരണവും അതുപോലെ തന്നെ ഇറ്റലിയുടെ യൂണിഫിക്കേഷനും കണ്ടിട്ടായിരുന്നു. ഓക്കെ, സോ നമുക്കിന്ന് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ റെവല്യൂഷണറി മൂവ്മെന്റ്സിനെ അല്ലെങ്കിൽ റെവല്യൂഷണറി ഓർഗനൈസേഷൻസിനെ പരിചയപ്പെടാം. സോ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുശീലൻ സമിതിയെക്കുറിച്ചാണ്. ഓക്കെ, എന്താണ് അനുശീലൻ സമിതിയെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അനുശീലന സമിതി തുടങ്ങുന്ന വർഷം 1902 ആണ്. ഓക്കെ, 1902 ആണ് തുടങ്ങുന്ന സ്ഥലം കൽക്കട്ടയാണ്. ഓക്കെ, കൽക്കട്ടയിലാണ് തുടങ്ങുന്നത്. നമുക്ക് കൽക്കട്ടയിലെ ആദ്യ കാലഘട്ടത്തിലെ റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് അനുശീലന സമിതിയെ കാണാം. ഓക്കെ, സോ ഇത് തുടങ്ങുന്ന വ്യക്തിയുടെ പേര് സതീഷ് ചന്ദ്ര ബസു ആണ്. ഓക്കെ, തുടങ്ങുന്ന വ്യക്തിയുടെ പേരെന്താണ്, സതീഷ് ചന്ദ്ര ബസു ആണ്. ഒരുപാട് SSC എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ അനുശീലൻ സമിതിയുടെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ സതീഷ് ചന്ദ്ര ബസു ആണ്. ഓക്കെ, സോ ഇദ്ദേഹം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനുശീലൻ തത്വ എന്ന് പറയുന്ന നോവലുണ്ട്. ഓക്കെ, അനുശീലൻ തത്വ എന്ന് പറയുന്ന നോവലിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം അനുശീലൻ സമിതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ സതീഷ് ചന്ദ്ര ബസു എന്തുകൊണ്ട് ഈ മൂവ്മെന്റ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനുശീലൻ തത്വ എന്ന് പറയുന്ന മൂവ്മെന്റിൽ നിന്ന് നോവലിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പാറ്റേൺ അല്ലെങ്കിൽ പ്രധാന രക്ഷാധികാരി ആരെന്ന് ചോദിച്ചാൽ പ്രമാദനാഥ മിത്രയാണ്. ഓക്കെ, പ്രമാദനാഥ മിത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രക്ഷാധികാരി എന്ന് പറയുന്നത്. ഇനി ഇവരെ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ റോബറീസ് ഉണ്ടായിരുന്നു, ബോംബ് എക്സ്പ്ലോഷൻസ് ഉണ്ടായിരുന്നു, അസാസിനേഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസർ. ഓക്കെ, സോ ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കകത്ത് പുറത്താക്കുക, അതിന് വേണ്ടിയിട്ട് അവർ നടത്തിയിരുന്നത് എന്താണ്, റോബറീസ്. ഓക്കെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകളുടെ ബാങ്കുകളും അവരുടെ ഫൈനാൻഷ്യൽ സ്ഥാപനം റോബ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആർമറി റോബ് ചെയ്യുക. പിന്നെ ഉള്ളതാണ് ബോംബ് എക്സ്പ്ലോഷൻസ് നടത്തുക. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകുമ്പം കുറെ കോൺസ്പിറസി കേസൊക്കെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് അസാസിനേഷൻ അറ്റംപ്റ്റ്സുകൾ. ഓക്കെ, ബ്രിട്ടീഷ് ഓഫീസർമാരെ ജീവൻ എടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പ്രധാനമായിട്ടും 2 ബ്രാഞ്ചസ് ആണുള്ളത്. ആദ്യത്തത് ബനാറസ് ബ്രാഞ്ചും രണ്ടാമത്തെ പാട്ന ബ്രാഞ്ചും. ഓക്കെ, 1908 ബനാറസ് ബ്രാഞ്ച് വരുന്നത്. പാട്ന ബ്രാഞ്ച് വരുന്നത് 1913 ഓക്കെ, 1913 പാട്ന ബ്രാഞ്ച് വരുന്നത്. ഈ 2 ബ്രാഞ്ചും തുടങ്ങുന്ന വ്യക്തിയുടെ പേരാണ് സച്ചിൻ സന്യാൽ. ഓക്കെ, സച്ചിൻ സന്യാലാണ് ഇത് രണ്ടും എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സച്ചിൻ സന്യാൽ 1908 ബനാറസ് ബ്രാഞ്ചും അതുപോലെ തന്നെ 1913 പാട്ന ബ്രാഞ്ചും ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അനുശീലന സമിതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചെന്ന മറ്റ് റെവല്യൂഷണറി കൂടെ ഞാൻ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഔറബിന്ദോ ഘോഷ്. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ബരീന്ദ്ര കുമാർ ഘോഷ്, പിന്നെ ഭൂപേന്ദ്രനാഥ് ദത്ത, പിന്നെ സരള ദേവി ചൗധരാണി. ഓക്കെ, സോ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും അനുശീലന സമിതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ബാക്കി ഉണ്ടായിരുന്ന റെവല്യൂഷണറി ലീഡേഴ്സ് അല്ലെങ്കിൽ റെവല്യൂഷണറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും അനുശീലന സമിതിയെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, തുടങ്ങിയ വർഷം എന്നാണ് 1902 എന്ത് ചെയ്യുന്നത്, അനുശീലന സമിതി ഫൗണ്ട് ചെയ്യുന്നത്. ലൊക്കേഷൻ കൽക്കട്ട. ഫൗണ്ടർ ആരാണ്, സതീഷ് ചന്ദ്ര ബസു ആണ്. ഓക്കെ, പാറ്റേൺ പ്രമാദനാഥ മിത്രയാണ്. ഓക്കെ, ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, 2 ബ്രാഞ്ചസ്, ബനാറസ് ബ്രാഞ്ചും അതുപോലെ തന്നെ പാട്ന ബ്രാഞ്ചും. ഓക്കെ, പിന്നെ ഇത് ഏത് നോവലിൽ നിന്ന് ഇൻസ്പയർ ആയി തുടങ്ങിയ സംഘടനയാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനുശീലൻ തത്വ എന്താണ് ഇൻസ്പയർഡ് ആയിട്ട് തുടങ്ങുന്ന ഒരു സമിതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് 2 ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസും കൂടെ ഉണ്ട്. ഓക്കെ, ധാക്ക അനുശീലന സമിതിയും
അതുപോലെ തന്നെ യുഗാന്തർ ഗ്രൂപ്പ് എന്നും പറയുന്നത്. ഓക്കെ, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് എന്ത് ചെയ്തു, അനുശീലന സമിതിയുടെ എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു റെവല്യൂഷണറി ഓർഗനൈസേഷനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.